ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉലുവ മാങ്ങായാണ്. അച്ചാറുകളുടെ രാജ്ഞി എന്ന് തന്നെ ഈ അച്ചാറിനെ വിശേഷിപ്പിക്കാം. അത്രയ്ക്ക് ടേസ്റ്റും മണവുമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, കറിവേപ്പില അങ്ങനെ ആദിയായ ഒന്നും വേണ്ട. ഈ അച്ചാർ തയ്യാറാക്കാൻ വെറും 3-4 ചേരുവകൾ മാത്രം മതി. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇത് തയ്യാറാക്കാൻ നാട്ടുമാങ്ങയാണ് നല്ലത്. എനിക്ക് നാട്ടുമാങ്ങ കിട്ടിയില്ല, പകരം നല്ല ദശക്കട്ടിയുള്ള മാങ്ങയാണ് കിട്ടിയത്. അത് കഴുകി തുടച്ച് നന്നായി ഉണക്കി ഒട്ടും വെള്ളമയമില്ലാതെ എടുത്ത് മാങ്ങാണ്ടി കളയാതെയാണ് നമ്മൾ അച്ചാറിടാൻ എടുക്കുന്നത്. അത് സൈഡ് വശത്തു നിന്നിങ്ങനെ പൂളി ഒരുവിധം വലിയ കഷണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നാട്ടുമാങ്ങയാണെങ്കിൽ സൈഡിൽ നിന്ന് പൂളി അങ്ങ് എടുത്താൽ മതി, പീസാക്കേണ്ട കാര്യമില്ല. നല്ല വിളഞ്ഞ മാങ്ങ എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഉണങ്ങിയ ഒരു ചെരുവത്തിലേക്ക് മാങ്ങ എല്ലാം നുറുക്കിയത് ഇട്ട് ആവശ്യത്തിന് ഉപ്പുകല്ല് ചേർത്ത് നന്നായിട്ടൊന്ന് കുടഞ്ഞ് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. പിരിയൻ മുളകിൻ്റെ പൊടിയും സാധാരണ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി എടുക്കുന്നുണ്ട്. മുളക് പൊടി പിരിയൻ മുളകിൻ്റെ പൊടി 1 കപ്പും അല്ലാത്ത മുളക് പൊടി 1/2 കപ്പുമാണ്. പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നാലും ഒരു മിനിമം ഇത്രയും ആവശ്യമായിട്ട് വരും. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഈ മാങ്ങ അച്ചാർ. കാരണം നമ്മൾ ഇതിൽ നന്നായിട്ട് ഉലുവ ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് കായപ്പൊടി ചേർക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. മീഡിയം ഫ്ലെയിമിലൊന്ന് തുടരെ ഇളക്കി ഒട്ടും എണ്ണമയമില്ലാതെ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ച് തണുക്കുമ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് ഏകദേശം ഒരു 3 കിലോയോളം മാങ്ങയുണ്ട്. ഇത് ഒരു ഉണങ്ങിയ തടിത്തവി വെച്ച് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കിനി നന്നായി ഉണങ്ങിയ ഗ്ലാസ് ഭരണിയിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. നന്നായിട്ട് ഒട്ടും സ്പേസ് ഇല്ലാതെ ഇത് അടുക്കി കൊടുക്കണം. ഇനി ഇതിന് മുകളിൽ 100 മില്ലി നല്ലെണ്ണ ചൂടാക്കി, നല്ലെണ്ണ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഭരണിയുടെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ തുണി വെച്ചൊന്ന് തുടച്ച് നല്ല ഉണങ്ങിയ വൃത്തിയുള്ള തുണി എണ്ണയിൽ മുക്കിയിട്ട് അത് ഇതിൻ്റെ മുകളിൽ വിരിച്ചിട്ട് നമുക്ക് എയർ ടൈറ്റായിട്ടിത് അടച്ച് വയ്ക്കാം. അല്ലെ തുണി വെച്ച് താഴോട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ 1-2 ടേബിൾ സ്പൂൺ എണ്ണ വേണേലും ഒഴിക്കാം. ഇത് 6 മാസത്തേക്ക് നമ്മൾ അനക്കാതെ ഇങ്ങനെ വെക്കണം. 6 മാസം കഴിഞ്ഞാണ് നമ്മളിതെടുക്കുന്നത്. എന്നാലേ ഇത് പാകമാകുള്ളൂ. നല്ല മണവും നല്ല രുചിയും ഉള്ള അച്ചാറാണ് ഇത്. ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന നല്ലൊരു അച്ചാറാണ്. കഞ്ഞിക്ക് ഈ ഒരു അച്ചാറിൻ്റെ ഒരു കഷണം മാത്രം മതി. അത്രയ്ക്കും ടേസ്റ്റുള്ള അച്ചാറാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക്